ഹായ് ഡിയേഴ്സ്, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ പേര് ഡോക്ടർ ഇഷൽ. നമ്മുടെ ചാനലിൽ IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസാണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയോ എൻ്റെ പ്രീവിയസ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. IELTS, OET, PTE റിലേറ്റഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. എൻ്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ടൈം കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അപ്പം എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബെറ്റർ രീതിയിൽ IELTS ലെറ്റർ എഴുതാമെന്നുള്ളതാണ്. IELTS ജനറൽ എടുക്കുന്നവർക്ക് റൈറ്റിങ്ങിൽ ഫസ്റ്റ് ടാസ്ക് ആണ് ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് 20 മിനിറ്റ്സിൽ എഴുതണം. ടൈം ഷോർട്ടേജ് ആണ്. അതുകൂടാണ്ട് നമുക്കൊരു കുറച്ച് മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു സംഭവം കൂടിയാണ് ലെറ്റർ. അപ്പം കൂടുതൽ പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും ലെറ്ററൊക്കെ അതിനെ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യും. അതെന്തെങ്കിലുമൊക്കെ എഴുതാം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇതിന് കറക്റ്റ് ഒരു ഫോർമാറ്റും കറക്റ്റ് ഒരു രീതിയും ഉണ്ട്. ആ രീതിയിൽ എഴുതിയാൽ തന്നെയാണ് നമുക്ക് സ്കോർ കിട്ടുള്ളൂ. നമുക്ക് 3 ടൈപ്പ് ലെറ്റേഴ്സ് അവൈലബിൾ ആണ്: സെമി ഫോർമൽ, ഫോർമൽ, ഇൻഫോർമൽ. ഇങ്ങനെ ഇൻഫോർമൽ മീൻസ് ഫ്രണ്ട്ലി, ഫോർമൽ മീൻസ് ഫോർമൽ ലെറ്റേഴ്സ്, പിന്നെ സെമി ഫോർമൽ ലെറ്റർ. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള ലെറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ലെറ്റർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, സെമി ഫോർമൽ ആണോ എന്ന് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? ഓക്കെ, ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഫ്രണ്ട്ലി ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്ററാണ് അല്ലേ. അപ്പം അത് നമ്മൾ കൂടുതലായിട്ട് ഫ്രണ്ട്സിന്, നമ്മളുടെ പേരൻസ്, സിബ്ലിങ്സ്, റിലേറ്റീവ്സ്, ഇത്രയും കൂട്ടർക്ക് എഴുതുന്നതാണ് ഫ്രണ്ട്ലി ലെറ്റർ. ഫ്രണ്ട്സ്, പേരൻസ്, സിബ്ലിങ്സ്, റിലേറ്റീവ്സ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർക്ക് എഴുതിയാലും അത് ഫ്രണ്ട്ലി ലെറ്റർ ആകുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും പ്രിൻസിപ്പൽ, നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ബോസ്, അത് കൂടാണ്ട് നമുക്ക് അറിയില്ലാത്ത എങ്ങോട്ടേക്കും, ഇപ്പോൾ റെയിൽവേ അതോറിറ്റിക്ക് എഴുതുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു മുനിസിപ്പൽ ഓഫീസിലേക്ക് എഴുതുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നു. ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഫോർമൽ ലെറ്ററിൻ്റെ ഗണത്തിലാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് സെമി ഫോർമൽ. സെമി ഫോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവരെ അറിയാം, പക്ഷെ നമ്മുടെ പേഴ്സണൽ ആളുകളല്ല. അതായത് ഇപ്പം നെയ്ബേഴ്സ്, കൊളീഗ്സ്, അത് കൂടാണ്ട് ഇപ്പം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി, ഇപ്പം ഒരു ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കർ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, ഇങ്ങനെയുള്ളവർക്കൊക്കെ എഴുതുന്നത് സെമി ഫോർമൽ ലെറ്ററാണ്. സോ ഇങ്ങനെ 3 തരത്തിലുള്ള ലെറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ആർക്കാണെന്ന് മനസ്സിലാക്കി ഏത് ടൈപ്പ് ലെറ്റർ ആണെന്നോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിവിടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എപ്പോഴും ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നും റൈറ്റ് സൈഡിലേക്കില്ല, എല്ലാം ലെഫ്റ്റിൽ തന്നെയാണ് നമ്മൾ IELTS ലെറ്റർ എഴുതുമ്പോൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ നമുക്ക് ഡിയർ ഫ്രണ്ട് കോമ, അല്ലെങ്കിൽ ഡിയർ, ഇപ്പോൾ ഫ്രണ്ടിന് ഒരു ഇമാജിനറി നെയിം നമുക്ക് കൊടുക്കാം, ഡിയർ അന്ന കോമ. ഓക്കെ, ഈ 2 രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് കോമ, 2 പേരാണെന്ന് സങ്കല്പിച്ച് ഡിയർ അന്ന ആൻഡ് സാറ കോമ. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 4 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഫ്രണ്ട് ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്. അപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് 2 പേരുടെ ആണെന്ന് സങ്കല്പിച്ച് ഡിയർ അന്ന ആൻഡ് സാറ അങ്ങനെ എഴുതാം. അതല്ല ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡിയർ അന്ന കോമ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെമി ഫോർമൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഡിയർ മിസ്റ്റർ നെയിം കോമ, അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡിയർ മിസ്റ്റർ നെയിം കോമ. ഈ 3 രീതിയിലാണ് ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് സെമി ഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട്ലി ലെറ്റർ എങ്ങനെയാണ്? വിത്ത് ലവ് കോമ, അല്ലെങ്കിൽ വാം റിഗാർഡ്സ് കോമ, ബെസ്റ്റ് വിഷസ് കോമ, ഹഗ്സ് ആൻഡ് കിസ്സസ് കോമ, വാം റിഗാർഡ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് എൻഡ് ചെയ്യാം. യുവേഴ്സ് ലവിങ്ലി, ഇങ്ങനെയൊക്കെ എൻഡ് ചെയ്യാം. ഫോർമൽ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നാണെങ്കിൽ നമ്മൾ എൻഡ് ചെയ്യേണ്ടത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കോമ. ഡിയർ മിസ്റ്റർ ജോൺ, റെസ്പെക്റ്റഡ് മിസ്റ്റർ ജോൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ യുവേഴ്സ് സിൻസിയർലി കോമ. ഇങ്ങനെയാണ് ഫോർമലിൽ എൻഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതനുസരിച്ച് വേണം എൻഡ് ചെയ്യാനായിട്ട്. യുവേഴ്സിൻ്റെ Y ക്യാപിറ്റൽ ആയിരിക്കണം, YOURS സ്പേസ്. സിൻസിയർലി ആണെങ്കിലും ഫെയ്ത്ത്ഫുള്ളി ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം, കോമ ഇടുക. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയട്ടെ. ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കോമ. ഡിയർ മിസ്റ്റർ ജോൺ, റെസ്പെക്റ്റഡ് മിസ്റ്റർ ജോൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ യുവേഴ്സ് സിൻസിയർലി കോമ. ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. പിന്നെ വരുന്നത് സെമി ഫോർമൽ ലെറ്റർ ആണ്.
സെമി ഫോർമൽ ലെറ്ററിൽ നമുക്ക് ഡൗട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഡിയർ മിസ്റ്റർ നെയിം കോമ അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എൻഡ് ചെയ്യണത് നമുക്ക് ഒന്നെങ്കിൽ വളരെ കുറച്ച് സെമി ഫോർമലിൽ തന്നെ ഫോർമൽ സൈഡിലേക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യുവേഴ്സ് സിൻസിയർലി കോമ എന്നും എൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ് എന്നുള്ള രീതിയിലും നമുക്ക് എൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ രണ്ട് രീതിയിലും നമുക്ക് സെമി ഫോർമൽ ലെറ്റർ എൻഡ് ചെയ്യാം. ഇപ്പം ഈ എൻഡിങ് നൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഫ്രണ്ട്ലി ലെറ്ററിലാണെങ്കിൽ ഇപ്പം വിത്ത് ലവ് കോമ ഇഷൽ എന്നെഴുതാം. ഓക്കെ, ഫോർമൽ ലെറ്റർ ആണെങ്കിലോ ഇപ്പം ഡിയർ സർ റെസ്പെക്റ്റഡ് സർ എന്നാണെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കോമ ഇഷൽ ഇബ്രാഹിം അങ്ങനെ ഫുൾ നെയിം എഴുതണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിയർ മിസ്റ്റർ ജോൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ യുവേഴ്സ് സിൻസിയർലി കോമ ഇഷൽ ഇബ്രാഹിം എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സെമി ഫോർമൽ ലെറ്ററിൽ എന്താണ്, ഡിയർ മിസ്റ്റർ നെയിം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ യുവേഴ്സ് സിൻസിയർലി കോമ അല്ലെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ് കോമ ഇഷൽ ഇബ്രാഹിം ഫുൾ നെയിം തന്നെ കൊടുക്കുക. ഓക്കെ, നമ്മളുടെ നെയിം തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ഇമാജിനറി നെയിം വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ബേസിക് രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ബോഡി പാരഗ്രാഫ്സ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. അതല്ല എല്ലാ ടൈപ്പ് ലെറ്റേഴ്സിനും അത് ഡിഫറെൻ്റ് ആണ്. അത് ഇനി ഞാൻ എൻ്റെ വരും വീഡിയോസിലെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് രീതിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ നോക്കി ഇനി ഇടുന്നതായിരിക്കും. മാക്സിമം റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാണ്ട് നിങ്ങൾ ആർക്കെങ്കിലും IELTS OET PTE സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മക്കൾക്കോ, ഒരുപാട് പേരൻസും കാണുന്നുണ്ട് നമ്മുടെ വീഡിയോസ്, അവരുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ അവരുടെ മക്കൾക്കോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു തരും. ഇപ്പം എനിക്ക് ലാംഗ്വേജ് കുറവാണല്ലോ എന്ന് വിചാരിച്ച് മടിച്ച് നിൽക്കരുത്. അതല്ലെങ്കിൽ ഇപ്പം മൊത്തത്തിൽ ക്ലാസ് ഇംഗ്ലീഷിലായിരിക്കും, ഒന്നും മനസ്സിലാവില്ലേ എന്ന് വിചാരിച്ച് മടിച്ച് നിൽക്കരുത്. അപ്പം നമ്മൾ നിങ്ങളുടെ ലെവൽ എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, ടാറ്റാ.